ഒരാളുടെ റിയൽ സ്വഭാവം മനസ്സിലാവണമെങ്കിൽ നമ്മളെ കൂടെ തന്നെ നടന്ന അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദ വലയങ്ങളിൽപ്പെട്ട ആരായാലും അവരുടെ ഒരു റിയൽ ക്യാരക്ടർ പുറത്ത് വരിക ഒന്ന് മാറി നിൽക്കുമ്പോഴാണ്. അതായത് നമ്മളടുത്ത് എന്തെങ്കിലും ഒരു സൗന്ദര്യപ്പിണക്കമോ അല്ലെങ്കിൽ ചെറിയൊരു പ്രശ്നത്തിൻ്റെയോ പേരിൽ നമ്മൾ മാറി നിൽക്കുന്ന സമയത്ത് നമ്മളെക്കൊണ്ട് അവർ മറ്റുള്ളവരുടെ അടുത്ത് എന്ത് സംസാരിക്കുന്നു അല്ലെങ്കിൽ അവർ എന്ത് നമ്മളെക്കൊണ്ട് സ്വയം വിചാരിക്കുന്നു എന്നതിലാണ് നമ്മുടെ ഒരു റിയൽ ക്യാരക്ടർ വെളിവാകുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് വെളിവാകുന്ന തരത്തിലായിരുന്നു ഇന്ന് മോർണിംഗ് ബിഗ് ബോസ് ഹൗസിലെ ടാസ്ക്. സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യുന്നു ഈ ഒരു അവസാന ഘട്ടത്തിൽ എന്നാണ് ബിഗ് ബോസ് ടാസ്കിൽ ചോദിച്ചിരുന്നതെങ്കിലും ചിലരുടെ റിയൽ ക്യാരക്ടർ അവിടെ വെളിവാകുകയായിരുന്നു. തനിക്കിഷ്ടമല്ലാത്ത അല്ലെങ്കിൽ തന്നിൽ നിന്ന് മാറി നിൽക്കുന്ന ആൾക്കാരെ ഏത് വിധത്തിലും കുത്തണം എന്ന് മാത്രം ചിന്തിക്കുന്ന ചിലരുടെ ഉള്ളിലുള്ള അവരറിയാത്ത ആ ഒരു ക്യാരക്ടറാണ് ഇന്ന് നമ്മൾ അക്ബറിലും ആദിലയിലും കണ്ടത്. അക്ബറിന്റെ സ്ട്രെസ് മാനേജ്മെന്റ് സംസാരിക്കേണ്ടിടത്ത് അക്ബർ സംസാരിച്ചത് അനുമോളെയും അനീഷിനെയും എങ്ങനെയൊക്കെ കുത്തി നോവിക്കാം എന്നുള്ള തരത്തിലായിരുന്നു. അതേപോലെ തന്നെയാണ് ആദിലയുടെ ഭാഗത്തു നിന്നും. ആദിലയിൽ നിന്നും നൂറയിൽ നിന്നും മോശം വാക്കുകളോ എന്തെങ്കിലും പ്രവൃത്തികളോ ഒക്കെ കൊണ്ടായിരിക്കാം അനുമോൾ മാറി നിൽക്കുന്നത്. 24 മണിക്കൂർ തികച്ചാവുന്നത് മുന്നേ തന്നെ അനുമോൾ മാറിയ ആ നിമിഷം മുതൽ ആദില വല്ലാതെ കുറ്റം പറഞ്ഞു നടക്കുന്നുണ്ട്, വല്ലാത്ത ചീത്ത വാക്കുകൾ പറയുന്നുണ്ട്. അവൾ പറഞ്ഞതും പറയാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ ഊഹിച്ച് പറയുന്നുണ്ട്. സ്വയം പറയുകയല്ല, നൂറയുമായിട്ട് മാത്രം ഷെയർ ചെയ്യുകയുമല്ല ചെയ്യുന്നത്. അവിടെയുള്ള ഓരോ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് നിന്നും ഒറ്റയ്ക്കും ഇരുന്ന് സംസാരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതേ ഒരു മോശം ക്യാരക്ടർ തന്നെയാണ് ആദില ടാസ്കിലും കാണിച്ചിരിക്കുന്നത്. പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടും ബസർ അടിച്ചു കഴിഞ്ഞിട്ടും പോകാൻ ആദില റെഡിയായിരുന്നില്ല. അവൾക്ക് അനുമോളെപ്പറ്റി ഒരുപാട് കുറ്റം പറയണം. തൻ്റെ കൂടെ ഇന്നലെ വരെ കൈപിടിച്ച് നടന്നവളാണ് തൻ്റെ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ളത് ആദില മറന്നു പോകുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ വെളിവാകുന്നത് അനുമോളിൻ്റെ ക്യാരക്ടർ അല്ല. അനുമോളെ പറ്റി കുറ്റം പറയുന്ന സമയത്ത് ഓരോരുത്തരും അനുമോളെ പറ്റി അങ്ങ് തെറ്റായി ധരിച്ചോളും എന്നുള്ളൊരു ധാരണ വെച്ചിട്ടോ എന്തോ എന്നറിയില്ല ആദില ഇങ്ങനെ വാദാരോധയെ പറയുന്നുണ്ട്. പക്ഷേ നമ്മൾക്കറിയാം, നമ്മളെല്ലാം ഒരു ബുക്ക് പോലെയാണ്. നമ്മൾ വായിക്കുന്ന എല്ലാ പേജസും നമ്മൾക്ക് ഗൃഹസ്ഥമാണെന്ന് പറയുന്നത് പോലെ നമ്മൾ ബിഗ് ബോസ് ഷോയുടെ എല്ലാ വശങ്ങളും കാണുന്ന പ്രേക്ഷകരാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ക്യാമറയിൽ കാണുന്ന കാര്യങ്ങളല്ല. സോ ഇത്രയും ദിവസം അനുമോളെ നമ്മൾ മനസ്സിലാക്കിയതാണ്. സോ ഒരു ആദിലയോ അക്ബറോ അല്ലെങ്കിൽ നെവിനോ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറുന്ന ആൾക്കാരല്ല അവളെ മനസ്സിലാക്കിയ പ്രേക്ഷകരെന്ന് ആദിലേക്ക് പുറത്തു വന്നിട്ടെങ്കിലും മനസ്സിലാവട്ടെ. അനുമോളെ പറ്റി നമുക്കറിയാലോ, അവൾക്ക് ഒരിക്കലും കൂടെ നിന്നവരെ പിറകിന്ന് കുത്തിയിട്ടുള്ള ശീലമില്ല. സാഹചര്യത്തിനനുസരിച്ചിട്ട് ഏതെങ്കിലും ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരാം, ചില വാക്കുകൾ വരാം എന്നല്ലാതെ ഒരിക്കലും കൂടെ നിന്നവരൊന്ന് മാറി നിൽക്കുമ്പോൾ പിറകിലൂടെ അവരുടെ കുറ്റങ്ങൾ പറഞ്ഞ് നടക്കുന്ന ശീലം അനുമോൾക്കില്ല. അത് തന്നെയാണ് ഞങ്ങളെ അവളിലേക്ക് അടുപ്പിച്ചതും.